ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് നേരം ലൈവ് കാണാനായിട്ട് പറ്റിയിട്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എപ്പിസോഡ് ഇരുന്ന് കണ്ടു. എപ്പിസോഡിൽ നടന്ന ഒരു സംഭവം, അതായത് ജബ്രികൾ അടിച്ച് പിരിഞ്ഞു എന്നുള്ളതാണ്. അടിച്ച് പിരിഞ്ഞു എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, അവർ തമ്മിൽ പൊരിഞ്ഞ അടി നടന്നു. അത് എപ്പിസോഡിൽ കറക്റ്റായിട്ട് കാണിച്ചു. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു ടാസ്ക്, അതായത് ആ കോയിൻ ഒട്ടിക്കുന്ന ടാസ്ക്, അതിൽ ജിൻഡോയുടെ ടീം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പവർ ടീമിലേക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ജിൻഡോയുടെ ടീം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ജാസ്മിന് സുഖമില്ലാതിരിക്കുന്ന സമയത്താണ് ജാസ്മിൻ ആ ടാസ്കിൽ പങ്കെടുത്തത്. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ജാസ്മിന് പകരം ശ്രീതുവിനെ കളിപ്പിച്ചിരുന്നെങ്കിൽ ആ ടാസ്ക് വിജയിച്ചിരുന്നു, ജാസ്മിന് വയ്യാതെ ഓടാനൊന്നും പറ്റിയിരുന്നില്ല എന്ന് ജിൻഡോ പറഞ്ഞപ്പോൾ ഗബ്രിയും അതിനെ അനുകൂലിക്കുന്നുണ്ടായിരുന്നു. അത് ഇവർ റൂമിൽ വന്നിരുന്നിട്ട് അതിനെക്കുറിച്ചുള്ള സംസാരം ചെറുതായിട്ട് തുടങ്ങി. പക്ഷേ അത് ഗബ്രി പറഞ്ഞതിൽ ജാസ്മിനൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ്. ഗബ്രി ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ 3 പേരുടെയും കൂടെ ശ്രീതു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ജയിക്കാനുള്ള ഒരു എളുപ്പ വഴിയായേനെ എന്നുള്ളതാണ് ഗബ്രി ഉദ്ദേശിച്ചത്. പക്ഷേ ജിൻഡോ പറഞ്ഞത് ജാസ്മിനെ മാറ്റിയിട്ട് ശ്രീതുവിനെ കളിപ്പിക്കായിരുന്നു എന്നുള്ളതാണ്. ഇത് പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ജാസ്മിനെ ശരിക്കും കൊണ്ടു. ഗബ്രി പക്ഷേ ജാസ്മിൻ ഓടിയതിനെ, അല്ലെങ്കിൽ വയ്യാതിരുന്നിട്ട് ഓടിയതിനെ കുറച്ച് കാണിച്ചുകൊണ്ടല്ല ഗബ്രി പറഞ്ഞത്. ജാസ്മിനും കൂടെ ശ്രീതു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഇതായേനെ, ഒന്നും കൂടെ മെച്ചമായേനെ, അല്ലെങ്കിൽ കളി ജയിക്കാൻ പറ്റിയേനെ എന്നുള്ളതാണ് ഗബ്രി പറഞ്ഞത്. പക്ഷേ അത് ജാസ്മിൻ മനസ്സിലാക്കിയത് ജാസ്മിനെ മാറ്റി ശ്രീതുവിനെ അവിടെ കളിപ്പിച്ചിരുന്നെങ്കിൽ കളി ജയിച്ചേനെ എന്നാണ് പറഞ്ഞതെന്നുള്ള രീതിയിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഉഗ്ര വഴക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിത്തെറിച്ച് രണ്ടുപേരും. ആദ്യം ഗബ്രി ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടി പിടിച്ചിങ്ങനെ ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവസാനം പൊട്ടിപ്പോയി. ഗബ്രി നന്നായിട്ട് ചൂടായി, തിരിച്ച് ജാസ്മിനും ചൂടായി. അവസാനം ജാസ്മിൻ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, അപ്പുറത്തെ റൂമിൽ, അതായത് ഡൺ റൂമിൽ പോയിട്ടിരുന്നു. അതാണ് എപ്പിസോഡിൽ കാണിച്ചത്. ലൈവിൽ പിന്നീട് നടന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് കണ്ടിട്ടില്ല. ഇപ്പോൾ ലൈവിൽ അതിനെക്കുറിച്ച് കാണിക്കുന്നില്ല. എന്താണ് ലൈവിൽ പിന്നീട് എന്തെങ്കിലും അതിനെക്കുറിച്ച് അപ്ഡേഷൻ വരികയാണെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാം.